നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഇന്ന് റംബുട്ടാൻ കൃഷി നനയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഞാനൊരു വക്കീല് മാത്രമല്ല, ഒരു കർഷകനാണ്. എൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി റംബുട്ടാനാണ്. റംബുട്ടാൻ ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ കൃഷി ആയതുകൊണ്ട് ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പല സംശയങ്ങളും ഉണ്ടാകും. റംബുട്ടാൻ കൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നോക്കിയാൽ വീഡിയോകളെ പൂർണ്ണമായിട്ട് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാനാവില്ല. കാരണം പലതും പ്രൊമോഷൻ വീഡിയോകളായിരിക്കും. പല കമ്പനികളും റംബുട്ടാനെ ഇടാൻ പറയുന്ന വളങ്ങള് ഒക്കെ ആ കമ്പനിയുടെ ഏജന്റുമാരുടെ വീഡിയോകളായിരിക്കും. അതുകൊണ്ട് ചതിക്കപ്പെടാം. എനിക്ക് കഴിഞ്ഞ 10-12 വർഷമായിട്ട് റംബുട്ടാൻ കൃഷിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് അനുഭവത്തെ ആധാരമാക്കി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ റംബുട്ടാൻ നനയ്ക്കേണ്ടതിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ റംബുട്ടാൻ കൃഷി അത് മറ്റ് കൃഷികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ കൃഷിക്ക് നന്നായി നനയ്ക്കണം എന്നാണ് നമ്മുടെ തലയിൽ എപ്പോഴും നാം കേട്ട് പഠിച്ചിട്ടുള്ളത്. അതങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ റംബുട്ടാൻ അത് അതിന് പൂവാകുന്നത് വരെ അത് നനയ്ക്കാൻ പാടില്ല എന്നതാണ് വളരെ വ്യക്തമായ സത്യമായ അറിവ്. റംബുട്ടാന് തണല് പാടില്ലാത്തൊരു വിളയാണ്. നമ്മുടെ ജാതിക്കൊക്കെ ആണെങ്കിൽ തണല് വേണം. പക്ഷേ റംബുട്ടാന് തണലുള്ള ഭാഗത്ത് റംബുട്ടാൻ കായ്കൾ പിടിക്കില്ല. അപ്പൊ റംബുട്ടാന് അതിന് നല്ല സൂര്യപ്രകാശം വേണം. ഒപ്പം അത് എപ്പോഴാണ് നനയ്ക്കേണ്ടത്? മറ്റു വിളകൾ പോലെ അത് വേനൽക്കാലം തുടങ്ങുമ്പോഴേ അങ്ങ് നനച്ചാൽ അതിന്റെ ഇലകൾ കിളിർത്തു വരികയും ആ കിളിർത്ത ഇലകൾ മൂത്തിട്ടേ പിന്നെ അവിടെ കായും പൂക്കളൊക്കെ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് കൃഷിക്കാർ സംയമനത്തോടു കൂടി റംബുട്ടാൻ നനയ്ക്കാതെ കാത്തിരിക്കണം. 2 വർഷം കഴിയുമ്പോൾ റംബുട്ടാൻ, പ്രത്യേകിച്ചും ചെറിയ തൈകൾ വേഗത്തിൽ പൂക്കും. അതിന്റെ കാരണം എനിക്കറിയില്ല. വലിയ തൈകൾ ആണെങ്കിൽ സാവധാനം പൂക്കുക. ഇപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസം ഇങ്ങ് എറണാകുളം ജില്ല മുതൽ തെക്കോട്ട് ആദ്യം റംബുട്ടാൻ ചെടികൾ പൂക്കുകയും പത്തനംതിട്ടയിലൊക്കെ വരുമ്പോൾ അത് ഏറ്റവും അവസാനമാകുകയും ചെയ്യും. അവസാനം പൂത്താല് വില കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ എൻ്റെ റംബുട്ടാൻ തോട്ടം ഇപ്പോൾ മുറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു. റംബുട്ടാൻ നനയ്ക്കാൻ പാടില്ല. എപ്പോ നനയ്ക്കണം? പിന്നെ നമുക്ക് റംബുട്ടാൻ അങ്ങനെ വെള്ളം കൊടുക്കാതെ വരണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നനയ്ക്കാൻ ഒരു ടെൻഡൻസി തോന്നും. പക്ഷെ അങ്ങനെ നനച്ചു പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലെ ഭൂപ്രകൃതി അനുസരിച്ച് റംബുട്ടാൻ അങ്ങനെ ഉണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നനയ്ക്കണം. കാരണം ഭൂപ്രകൃതി അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ സാധാരണഗതിയിൽ പറഞ്ഞാല് റംബുട്ടാൻ പൂവുണ്ടാകുന്നവരെ നനയ്ക്കാൻ പാടില്ല. പൂവുണ്ടായി കഴിഞ്ഞിട്ട് എന്തുമാത്രം നനയ്ക്കണം? ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പൂവുണ്ടായി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നനയ്ക്കുന്ന പതിവാണ്. എനിക്ക് അങ്ങനെ ഈ രീതിയിൽ നനച്ചിട്ട് എന്റെ റംബുട്ടാൻ ഏറെ കൊഴിഞ്ഞു പോകുകയോ മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ വർഷം റംബുട്ടാന്റെ നനയെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോൾ പലതിനും പറയുന്നത് റംബുട്ടാൻ 3-4 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി, ആഴ്ചയിൽ നനച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷേ നനയ്ക്കുന്നത് തന്നെ പല രീതിയിലുണ്ടല്ലോ. തോടെടുത്ത് വെള്ളം കൊണ്ടുപോയി നന്നായി മുക്കി നനയ്ക്കുന്ന രീതിയുണ്ട് പലർക്കും. അങ്ങനെ നനയ്ക്കുമ്പോൾ അവിടെ റംബുട്ടാന്റെ കടക്കില് വെള്ളം കെട്ടി നിന്ന് ദോഷങ്ങൾ ഉണ്ടാകാം. അത് പാടില്ല. റംബുട്ടാൻ കൃഷിക്ക് വെള്ളം കെട്ടി നിന്ന് അവിടെ എപ്പോഴും തണുപ്പ് നിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് സ്പ്രിംഗ്ലർ മറ്റു ഉപയോഗിച്ചാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് റംബുട്ടാൻ ഒരു 20 മിനിറ്റ് സമയമാണ് എല്ലാ ദിവസവും നനയ്ക്കുന്നത്. അപ്പോ എനിക്ക് ഇത് 4 ദിവസം കൂടുമ്പോഴേ നനയ്ക്കാവൂ എന്ന് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നനച്ചാൽ മതി എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ അതേപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് ആളുകൾക്കും വലിയ സംശയങ്ങൾ ഇതിലുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം എല്ലാ ദിവസവും സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ഒരു അരമണിക്കൂറിൽ താഴെ മാത്രം നനച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഈ റംബുട്ടാന് പിന്നെ എന്തോ ഇപ്പോൾ ഈ പൂത്ത് കായൊക്കെ ആകുമ്പോൾ വളമിടുക, ഇപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടേണ്ടതില്ല. അതേസമയം എൻ്റെ റംബുട്ടാൻ വാങ്ങിയിരുന്ന സാബു, മൂവാറ്റുപുഴക്കാരൻ സാബു, കഴിഞ്ഞ 2 വർഷങ്ങളിലും അതായത് IPL എന്ന് പറയുന്ന കമ്പനിയുടെ, മദ്രാസിലെ കമ്പനിയുടെ ഒരു പൊട്ടാഷ്യം മറ്റ് മിനറൽസും ഒക്കെയുള്ള ഒരു വളം 25 കിലോ തൂക്കം വരുന്ന 750 രൂപയോളം വരുന്ന വളം ഒരു 1/2 കിലോ വീതം ഇട്ടിരുന്നു. ആ വളത്തിന് പറയുന്ന പേര് IPLന്റെ പോളിഹാലൈറ്റ് എന്നാണ്. ഏതായാലും അത് കായ്കൾ ഒഴിഞ്ഞു പോകാതിരിക്കാനും മറ്റും സഹായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ അതിന്റെ പൂ ഉണ്ടാകുന്നവരെ നനയ്ക്കരുത്. തോട്ടിലൂടെ വളരെ ധാരാളം വെള്ളം കടത്തി വിടുകയാണെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞ് മാത്രമേ നനയ്ക്കാവൂ. അല്ലാതെ സ്പ്രിംഗ്ലറും മറ്റും ഉപയോഗിച്ചുള്ള നനയാണെങ്കിൽ എല്ലാ ദിവസവും നനയ്ക്കുന്നതാണ് നല്ലത് എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.